മേഘ, ഈ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യ ബസ് യാത്ര KSRTC ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയതിനു ശേഷം പിന്നീട് ഇപ്പോൾ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് കൂടി KSRTC കളമൊരുക്കുകയാണ്. പണ്ടൊക്കെ നമുക്കറിയാം ലേഡീസ് ഒൺലി ബസ്സുകൾ ഉണ്ട്. അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് KSRTC ബസ്സുകളിലൊക്കെ പോകുന്ന സമയത്ത് ലേഡീസ് ഒൺലി ബസ്സുകളുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ വൈകുന്നേരങ്ങളിൽ പിങ്ക് ബസ് എന്ന പേരിൽ വൈകുന്നേരം 6 മണി മുതൽ 10:45 വരെ KSRTC സ്പെഷ്യൽ സർവീസുകൾ നടത്തുകയാണ്. സ്ത്രീ സൗഹൃദമായ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സർവീസുകൾ. ഇതിന് പേരിട്ടിരിക്കുന്നത് പിങ്ക് ബസ് എന്നാണ്. ഇന്നതിൻ്റെ ഉദ്ഘാടനമാണ്. പക്ഷേ ഈ പിങ്ക് ബസ്സിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചിരിക്കുന്ന വണ്ടിക്ക് കളർ പച്ചയാണ് എന്നാണ് ഇന്നത്തെ മാധ്യമങ്ങളുടെ ആക്ഷേപം. ലിങ്ക് ബസ്സോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്ന ബസ്സിൻ്റെ പേരിന് മുകളിൽ പിങ്ക് എന്ന് എഴുതി ഒട്ടിച്ച് ബസ്. ശരിക്കും തോന്നുന്നു ഈ പിങ്ക് ബസ്സിൻ്റെ പണി നടക്കുകയാണ്. പണി തീരാത്തതുകൊണ്ടാണ് ഇത് കൊണ്ടിട്ടിരിക്കുന്നത്. പിങ്ക് ബസ്സിന് പച്ച കളറായി പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ലേ? സ്വാഭാവികമായിട്ടും ഇതൊരു ലേഡീസ് ഓൺലി ബസ് ആകുമ്പോൾ അതിനകത്ത് സ്ത്രീകൾ മാത്രമേ കയറുന്നുള്ളൂ, സ്ത്രീകൾ മാത്രമേ കയറാൻ പാടുള്ളൂ, പുരുഷന്മാർ കയറരുത് എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു പ്രത്യേക ഐഡന്റിഫിക്കേഷൻ ഉണ്ടാകണം. ഞാൻ ഇത്ര വലിയ വാർത്തയാക്കാനും വേണ്ടിയുള്ള സംഭവമൊക്കെ ഉണ്ടോ? അതൊരു കൗതുക വാർത്തയല്ലേ ഇപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് പോലും. അതങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിമാനമില്ലേ, വിമാനം ആകാശത്തോടൊപ്പം വിമാനം, വിമാനത്തിന്റെ ഡേറ്റകളൊക്കെ സ്വീകരിക്കുന്ന ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്, അറിയാമോ? വിമാന അപകടമൊക്കെ സംഭവിക്കുമ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് തകരില്ല. എന്തൊക്കെ തകർന്നാലും ബ്ലാക്ക് ബോക്സ് തകരില്ല. ഈ ബ്ലാക്ക് ബോക്സ് അനലൈസ് ചെയ്തിട്ടാണ് എന്തുകൊണ്ടാണ് വിമാനം തകർന്നത് എന്ന് കണ്ടുപിടിക്കുക. ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താ? ഓറഞ്ച്. അപ്പം ബ്ലാക്ക് ബോക്സിന് കറുത്ത പെട്ടിക്ക് ഓറഞ്ച് നിറം കൊടുക്കാമെങ്കിൽ ബ്ലാക്ക് ബോക്സ് ഓൺ എ ഡെയിലി ബേസിസ് നമ്മളൊക്കെ ഇറങ്ങി പറമ്പിൽ തപ്പുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ. പക്ഷേ ബസ് ആവുമ്പോ, പിങ്ക് ബസ് ആവുമ്പോ നിരത്തിൽ ഇറങ്ങിയെന്നിപ്പോ ഒരു പിങ്ക് ബസ്സിൽ ഒരു പുരുഷൻ കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോ അവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നില്ല. അപ്പൊ അതൊരു പിങ്ക് ബസ് ആവേണ്ട ആവശ്യമില്ലേ? ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കും. ഇത് നടപ്പിലാക്കാൻ പോകുന്നതിന്റെ ധർമ്മത്തെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ. ഇത് നടപ്പിലാക്കാൻ പോകുന്നത് എന്താണ്? വളരെ ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സന്ധ്യാസമയങ്ങളിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴുണ്ട്. ഓരോ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ ജെനുവിനായിട്ടുള്ളതും ഇൻസ്റ്റാഗ്രാം റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള പുരുഷന്മാർ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2 തരത്തിലുള്ള, ഇനി പെൺപക്ഷം ഒന്ന് പിടിച്ച് വരേണ്ട 2 തരത്തിലുള്ള ദൃശ്യങ്ങളുമുണ്ട്. പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതിൽ കൂടുതൽ പെൺകുട്ടികൾ സെക്ഷലി ഹരാസ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. 2 അടിച്ചിട്ട് വൈകുന്നേരം കയറുന്നവന്മാർ, ഈ തിക്കിനും തിരക്കിനും ഇടയിൽ പെൺകുട്ടികളുടെ ബാക്കിലും പിന്നിലും ശരീരത്തിൽ സ്പർശിക്കുന്നവർ, കണ്ണുകൊണ്ടും വാക്കുകൊണ്ടും സ്പർശനം കൊണ്ടും പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവന്മാരൊക്കെ ഈ നാട്ടിലുണ്ട്. അതിനെതിരെ പ്രതികരിക്കുന്നവരുണ്ട്, പ്രതിഷേധിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഇവർക്ക് യാത്ര ചെയ്യാൻ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും ഇത്തരത്തിലൊരു സർവീസ് തുടങ്ങുന്നത് വളരെ നല്ല കാര്യം ആണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് വൈകുന്നേരം 4 മണി മുതൽ ആരംഭിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. കാരണം സ്കൂൾ, കോളേജ് കുട്ടികൾക്കൊക്കെ വേണ്ടി ഇത്രയുമൊക്കെ ചെയ്യുന്ന സർക്കാർ വിദ്യാർത്ഥികൾക്ക് കൂടി 100% സൗജന്യമായി ഏത് വാഹനത്തിലും യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഉദ്ഘാടന ദിവസം പിങ്ക് ബസ് പച്ചയായി പോയി എന്ന് പറയുന്നതിനോടുള്ള ആ ഒരു വാർത്തയോട് എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അഭിനന്ദനാർഹമാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു ലാർജ് സ്കെയിലിൽ വരുമ്പോൾ അതിന്റെ പ്രായോഗിക തലം പരിശോധിക്കുകയാണെങ്കിൽ പിങ്ക് ബസ് അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് അതിൽ കൊണ്ടുവരുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിങ്ക് ബസ് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുക എന്തോ ആണ്, പെയിന്റിംഗ് എന്തോ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ആ രീതിയിൽ വാർത്ത കൊടുക്കട്ടെ. ഇതിനെ കളിയാക്കിക്കൊണ്ടൊക്കെ ചില കാർഡുകളും മാധ്യമങ്ങളിലെ വാർത്തകളും ഒക്കെ കാണുമ്പോൾ അത് പ്രതിഷേധം അറിയിക്കേണ്ടതാണ് എന്ന് തന്നെ തോന്നുന്നു. എന്തായാലും KSRTC വലിയ നഷ്ടത്തിലാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ വനിതകൾക്ക് സൗജന്യ യാത്ര കൂടി അനുവദിച്ചതോടുകൂടി അതിൻ്റെ നഷ്ടത്തിൻ്റെ തോത് വലുതായി. KSRTCക്ക് വേണ്ടി സംസ്ഥാന ബഡ്ജറ്റിൽ ഫണ്ട് മാറ്റിയിരുത്തിയിട്ടുണ്ടെങ്കിലും അത് KSRTCയുടെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പുതിയ സർക്കാരിന് സാധിക്കുന്നുണ്ട്. ജീവനക്കാരും പൊതുജനങ്ങളുമൊക്കെ നല്ല രീതിയിൽ ഇതിനോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ഉദ്യമങ്ങൾ ഈ മന്ത്രി വിഭാവനം ചെയ്യുന്നത് പോലെ ടിക്കറ്റ് ഇതര വരുമാനം കൂടി വർദ്ധിപ്പിക്കുവാനുള്ള
സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ പ്രൈവറ്റ് ബസ് മേഖലയിലെ വിവാദങ്ങളുണ്ടല്ലോ, ഈ സൗജന്യ യാത്ര വന്നതോടുകൂടി പ്രൈവറ്റ് ബസ് മേഖല തകർന്നടിയുന്നു. അവരെ ആ വിഷയങ്ങൾ പഠിക്കാൻ മലബാർ മേഖലയിൽ വെച്ച കമ്മിറ്റിയുടെ ആദ്യഘട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലും സർക്കാർ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് എന്നറിയാൻ കഴിയുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിൽ KSRTC എന്ന് പറയുന്നത്, ആനവണ്ടികൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന വികാരങ്ങളിൽ ഒന്നാണ്. അവിടെ ക്രിയാത്മകമായ മാറ്റം വരട്ടെ. ഇനി കഴിഞ്ഞ സർക്കാർ അവസാന ഘട്ടങ്ങളിൽ ഇറക്കിയ കോടിക്കണക്കിന് രൂപ വരുന്ന ലക്ഷറി ബസ്സുകളൊക്കെ ഇപ്പോഴും സർവീസ് ആരംഭിക്കാതെ യാർഡുകളിൽ കിടക്കുന്നുണ്ട്. എന്തായാലും അവയൊക്കെ വാങ്ങിപ്പോയി അവയൊക്കെ സർവീസ് നടത്താനുള്ള സാഹചര്യം കൂടി ഒരുക്കാൻ ഈ സർക്കാർ ബാധ്യസ്ഥരാണ്. അത് ചെയ്യണമെന്ന് എളിയ ഭാഷയിൽ നമുക്കും അഭ്യർത്ഥിക്കാനേ നിവർത്തിയുള്ളൂ. അതെ, ഇതുപോലുള്ള ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഫെയറുകളിൽ നിന്ന് ഇപ്പോൾ കൊറിയർ സർവീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെർമിനലുകളിലുള്ള ഷോപ്പുകളുടെ നവീകരണം, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമല്ല, പറഞ്ഞ കുട്ടികൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഓർഡിനറി ബസ്സുകളിൽ ഫ്രീ യാത്ര കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും. നമുക്കുള്ള ഈ റിസോഴ്സസിൽ നിന്ന് മാക്സിമം ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയാണ്. അത് ക്രിയാത്മകമായി തന്നെ നടക്കണം. ഇപ്പൊ നോക്ക്, നമുക്ക് ഒരു അബവ് ആവറേജ് ഫിനാൻഷ്യൽ സെറ്റപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ലക്ഷൂറിയസ് ബസ്സിൽ 1000 രൂപയോ 2000 രൂപയോ ടിക്കറ്റ് എടുത്ത് പോകാനുള്ള സാഹചര്യം ഉള്ളവരിവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ റെഡ് ബസ്സിലൊക്കെ ബാംഗ്ലൂരിലേക്കോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ 2000 രൂപയൊക്കെയാണ് ആകുന്നത്. അതുപോലെ നമ്മുടെ KSRTCയിലും കുറെ കൂടെ വിപുലമായി കുറെ കൂടെ ഒരു ലാർജർ സ്കെയിലിൽ ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് വരുമാനം വരികയും അതിൽ നിന്ന് വരുന്ന ലാഭത്തിൽ ഈ പറഞ്ഞ ഓർഡിനറി ബസ്സുകളിൽ ഈ സൗകര്യം ഒരുക്കാനും കഴിയും. അത് ചെയ്താൽ ടിക്കറ്റേതര വരുമാന മാർഗം വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ KSRTCയിലുണ്ട്. അവയെല്ലാം വിദഗ്ധരായിട്ടുള്ള ആളുകൾ കണ്ടെത്തി ചെയ്യട്ടെ. KSRTCയും കേരളവും നന്നാകട്ടെ എന്ന് ആശംസിക്കാം.